എൻ്റെ പ്രിയ ദൈവജനമേ, പരിശുദ്ധ കർമ്മനനാഥയോടുള്ള അത്ഭുത പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയ ദൈവജനമേ, ഭൂമിയിലെ സകല വേദനകൾക്കും ആശ്വാസമേകുന്ന നമ്മുടെ സ്വർഗീയ അമ്മയുടെ പരിശുദ്ധ കർമ്മനനാഥയുടെ തിരുസന്നിധിയിലേക്ക് നമുക്ക് ഹൃദയങ്ങളെ ഉയർത്താം. ഏലിയ പ്രവാചകന് കർമ്മല മലമുകളിൽ കൊടിയ വരൾച്ചയുടെ സമയത്ത് ചെറിയൊരു മേഘമായി ദർശനം നൽകി ആശ്വാസത്തിൻ്റെ വലിയ മഴയായി പെയ്തിറങ്ങിയവളാണ് നമ്മുടെ അമ്മ. തൻ്റെ പ്രിയപുത്രൻ്റെ കുരിശിൻ ചുവട്ടിൽ സകല വേദനകളും നെഞ്ചിലേറ്റി നിന്നവളാണ് അവൾ. അതുകൊണ്ട് തന്നെ ഒരു മകൻ്റെയോ മകളുടെയോ കണ്ണുനീർ കണ്ടാൽ അവൾക്ക് മുഖം തിരിക്കാൻ കഴിയില്ല. മാതാവിൻ്റെ ഹൃദയത്തിന് നമ്മുടെ വേദനകൾ വേഗത്തിൽ മനസ്സിലാകും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി നിൽക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ഈ നിമിഷം അമ്മയ്ക്ക് നേരെ തുറക്കാം. ആരോടും പറയാനാവാത്ത നിന്റെ സങ്കടങ്ങൾ, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന കടബാധ്യതകൾ, കുറ്റപ്പെടുത്തലുകൾ കേട്ട് തകർന്ന നിന്റെ മനസ്സ്, വഴിതെറ്റിപ്പോകുന്ന മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ജോലിയില്ലായ്മയുടെ നിരാശ, ഇതെല്ലാം ഇന്ന് കർമ്മലനാഥയുടെ വിമല ഹൃദയത്തിലേക്ക് ഭയമില്ലാതെ ഇറക്കി വെക്കാം. അമ്മയുടെ കർമ്മല ഉത്തരീയം ഒരു കോട്ടയായി, ഒരു സംരക്ഷണ വസ്ത്രമായി നമ്മുടെ മേൽ പൊതിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വരൾച്ചയിൽ പെയ്യുന്ന കൃപയുടെ മഴയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നമ്മുടെ തകർന്ന ഹൃദയങ്ങളിലേക്ക് ജീവന്റെ വചനം കടന്നു വരട്ടെ. നമുക്ക് ഭക്തിപൂർവം വചനം ശ്രവിക്കാം. പരിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-38 വാക്യങ്ങൾ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ പ്രത്യാശ ജനിക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മനുഷ്യൻ്റെ ബുദ്ധിക്ക് മുൻപിൽ വാതിലുകളെല്ലാം അടഞ്ഞു, ഇനി ഒന്നിനും വഴിയില്ല എന്ന് തോന്നുന്നിടത്താണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തുടങ്ങുന്നത്. മംഗളവാർത്താ വേളയിൽ മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമായ ഒരു കാര്യമാണ് ദൈവം മറിയത്തോട് പറഞ്ഞത്. അവിടെ മറിയം ഒരു മറുചോദ്യം ചോദിച്ചില്ല. മറിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി കീഴടങ്ങുകയാണ് ചെയ്തത്. ആ നിമിഷം മുതൽ അവളുടെ ജീവിതം അത്ഭുതങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു. പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകന്റെ കാലത്ത് കർമ്മലമലയിൽ നടന്നത് നാം ഓർക്കുക. 3.5 വർഷമായി മഴയില്ലാതെ ഭൂമി വരണ്ടുണങ്ങി, സർവത്ര നാശവും നിരാശയും നിറഞ്ഞു നിന്ന സമയം ഏലിയ പ്രവാചകൻ കർമ്മല മലമുകളിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ സമുദ്രത്തിൽ നിന്നും ഒരു മനുഷ്യൻ്റെ കൈപ്പത്തിയുടെ വലിപ്പമുള്ള ചെറിയൊരു മേഘം ഉയർത്തു വന്നു. ആ ചെറിയ മേഘം നിമിഷങ്ങൾക്കകം ആകാശമാകെ പടർന്നു. ഭൂമിയുടെ ദാഹം തീർക്കുന്ന വലിയൊരു കൃപയുടെ മഴയായി പെയ്തിറങ്ങി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ചെറിയ മേഘമാണ് നമ്മുടെ പരിശുദ്ധ കർമ്മലനാഥ. ഇന്ന് നിങ്ങളുടെ ജീവിതവും ഇതുപോലെ വരണ്ടുണങ്ങിയ അവസ്ഥയിലായിരിക്കാം. സന്തോഷമില്ല, സമാധാനമില്ല, കടബാധ്യതകൾ പെരുകുന്നു, രോഗങ്ങൾ തളർത്തുന്നു, മക്കളെക്കുറിച്ച് ഓർത്തുള്ളുരുകുന്നു. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ 3.5 വർഷത്തെ കൊടിയ വരൾച്ച പോലെ നിങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നുണ്ടാകാം. എന്നാൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർമ്മലനാഥയാകുന്ന ആശ്വാസത്തിൻ്റെ ആ ചെറിയ മേഘം കടന്നു വരികയാണ്. ഇനിയൊന്നും നടക്കില്ല, എല്ലാം തകർന്നു, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിപ്പിക്കുന്ന അസാധ്യമായ പ്രതിബന്ധങ്ങളെ നോക്കി ഇന്ന് നീ പറയണം, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. പരിശുദ്ധ കർമ്മലനാഥ ഇപ്പോൾ അരികിൽ വന്ന് നിന്റെ ശിരസിൽ കൈവച്ച് പറയുന്നു, മകനെ, മകളെ, നീ കരയാതിരിക്കുക. നിന്റെ കണ്ണുനീർ ഞാൻ കാണുന്നുണ്ട്. നിന്റെ അസാധ്യമായ അവസ്ഥകളെ ഞാൻ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് നിനക്കായി അത്ഭുതമായി മാറ്റും. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. മറിയത്തെപ്പോലെ നമ്മുടെ ദുഃഖങ്ങളെയും തകർച്ചകളെയും ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാം. കർമ്മലനാഥയുടെ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ ആയിരങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നമ്മുടെ ഭാരങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇപ്പോൾ എടുത്തു വയ്ക്കാം. വരണ്ടുണങ്ങിയ നമ്മുടെ ജീവിതത്തിലേക്ക് അമ്മ വഴി
വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യട്ടെ. പരിശുദ്ധ കർമ്മലനാഥയോടുള്ള പ്രാർത്ഥനയും ആഴമേറിയ മധ്യസ്ഥവും നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് മനസ്സൊരുകി പ്രാർത്ഥിക്കാം. കർമ്മലമലയുടെ അലങ്കാരമായ പരിശുദ്ധ അമ്മേ, സ്വർഗത്തിൻ്റെ മനോഹാരിതയും ഏറ്റവും ഫലസമൃദ്ധവുമായ മുന്തിരിവള്ളിയുമായവളെ, ദൈവ തേജസ്സിൻ്റെ പ്രകാശമേ, ലോകത്തിൻ്റെ മുൻപിൽ തോറ്റുപോയവർക്കും ഇനി ഒരു വഴിയില്ല എന്ന് വിലപിക്കുന്നവർക്കും അഭയ കേന്ദ്രമായവളെ, എൻ്റെ ഈ വലിയ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ ഇരുണ്ട താഴ്വരകളിലൂടെ നടക്കുമ്പോൾ പ്രത്യാശയുടെ സമുദ്രതാരമായി എൻ്റെ മുൻപിൽ തെളിയണമേ. പ്രതിസന്ധികളുടെയും കണ്ണുനീരിൻ്റെയും സമുദ്രത്തിൽ നട്ടം തിരിയുന്ന എനിക്ക് അങ്ങൊരു വഴികാട്ടിയാകണമേ. ലോകം എന്നെ കൈവിട്ടാലും അവിടുന്ന് എൻ്റെ സ്വന്തം മാതാവാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. പരിശുദ്ധ മറിയമേ, നീ ദൈവത്തിൻ്റെ മാതാവും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയുമാകുന്നു. ഹൃദയത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എൻ്റെ ഈ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം, ആരും അറിയാത്ത വേദനകൾ, മാറാത്ത രോഗങ്ങൾ, അല്ലെങ്കിൽ തീവ്രമായ ഒരാഗ്രഹം, ഇതെല്ലാം ഈ നിമിഷം അമ്മയുടെ പാദങ്ങളിൽ വെച്ചുകൊണ്ട് നമുക്ക് കരഞ്ഞ് യാചിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അമ്മ കേൾക്കുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയുടെ മധ്യസ്ഥ ശക്തിയെ തടഞ്ഞു നിർത്താൻ ഒന്നിനുമാവില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് എൻ്റെ മാതാവാകുന്നു എന്ന് എന്നെ ദ്രോഹിക്കുന്നവരും പരിഹസിക്കുന്നവരും കാണുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, പാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, അങ്ങയിൽ മാത്രം അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ. മധുരമുള്ള മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രാർത്ഥനയെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമേൻ. കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങളാൽ വലയുന്നവർക്കും, വർഷങ്ങളായി മരുന്നുകൾ കഴിച്ചിട്ട് ഫലമില്ലാതെ വേദനിക്കുന്നവർക്കും, ആശുപത്രി കിടക്കകളിൽ മരണഭയത്തോടെ കഴിയുന്ന മക്കൾക്കും, ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്കും അത്ഭുതകരമായ സൗഖ്യവും ആയുസ്സും നൽകാൻ മാതാവേ അവിടുന്ന് കനിയണമേ. കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. പരാജയങ്ങളുടെ പടുകുഴിയിൽ വീടുപോയവർക്കും, ലക്ഷങ്ങൾ കടം വന്ന് വീടും കിടപ്പാടും നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ജീവിക്കുന്നവർക്കും, ബിസിനസ്സിലെ തകർച്ചയാൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുടുംബങ്ങൾക്കും അത്ഭുതകരമായി അടഞ്ഞ വാതിലുകൾ തുറന്നു കിട്ടാൻ കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിട്ടും നടക്കാതെ സങ്കടപ്പെടുന്നവർക്കും, എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി ലഭിക്കാതെ അപമാനം സഹിക്കുന്ന യുവജനങ്ങൾക്കും, അനുയോജ്യമായ വിവാഹ ജീവിത പങ്കാളിയെ കിട്ടാതിരിക്കുന്നവർക്കും വേഗത്തിൽ അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. മൊബൈൽ ഫോണിനും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ദുശീലങ്ങൾക്കും അടിമകളായി വഴിതെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരുവാനും, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ജ്ഞാനവും ഓർമ്മശക്തി നൽകി അവരെ ഉന്നതങ്ങളിൽ എത്തിക്കുവാനും കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി രഹസ്യമായി കണ്ണുനീർ വാർക്കുന്ന ദമ്പതികൾക്ക് ഉദരഫലം നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായ അമ്മമാർക്കും ഉദരത്തിലെ കുഞ്ഞിനും പൂർണ്ണ സംരക്ഷണവും സുഖപ്രസവവും നൽകണമേ. കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങളും സംശയങ്ങളും മാറി കുടുംബത്തിൽ സമാധാനം ലഭിക്കുവാൻ, അതുപോലെ തന്നെ മാനസികമായ വിഷാദരോഗം, ഏകാന്തത, ഉത്കണ്ഠ എന്നിവയാൽ നീറുന്ന മനസ്സുകൾക്ക് അമ്മയുടെ ഒരു തലോടലിലൂടെ വലിയൊരു ആശ്വാസം ലഭിക്കാൻ കരുണാമയ്യായ കർമ്മലനാഥേ, ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനയായ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം നമ്മുടെ പ്രധാന നിയോഗങ്ങൾക്കായി നമുക്ക് മാതാവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും മാറി ജോലിയിൽ ഉയർച്ചയും സമൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാരിദ്ര്യത്തിൻ്റെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ എന്ന് യാചിക്കാം. നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാ രോഗങ്ങളും സങ്കടങ്ങളും മാറി പൂർണ്ണമായ സൗഖ്യവും സമാധാനവും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മാറാരോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കാൻ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയും
കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും സഹോദരങ്ങൾ തമ്മിലുമുള്ള എല്ലാ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും മാറി സ്നേഹവും ഐക്യവും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തകർച്ചയുടെ വക്കിലെത്തി കുടുംബ ബന്ധങ്ങളെ അമ്മ തുന്നിച്ചേർക്കണമേ എന്ന് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് ആഴത്തിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ മാതാവായ പരിശുദ്ധ കർമ്മലനാഥേ, അങ്ങയുടെ തിരുപ്പുടവയായ വിശുദ്ധ ഉത്തരീയം കൊണ്ട് എൻ്റെ ഭവനത്തെയും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഇപ്പോൾ പൊതിയുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ അങ്ങയുടെ ശക്തമായ സംരക്ഷണം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ തിന്മയുടെയോ അശാന്തിയുടെയോ കണ്ണേറുകളുടെയോ ശാപങ്ങളുടെയോ തകർച്ചയുടെയോ യാതൊരു ശക്തികളും പ്രവേശിക്കാതെ അവിടുത്തെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കണ്ണുനീർ അങ്ങ് കാണുന്നുണ്ടല്ലോ. മനുഷ്യരാരും കാണാത്ത, മനസ്സിലാക്കാത്ത ഞങ്ങളുടെ നെഞ്ചിലെ വിങ്ങലുകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. തകർന്നടിഞ്ഞു എന്ന് ലോകം വിധിയെഴുതിയ ഞങ്ങളുടെ ജീവിതങ്ങളെ കർമ്മലനാഥേ, അവിടുന്ന് സ്വന്തം കരങ്ങളിൽ എടുത്തുയർത്തണമേ. സങ്കടങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റുന്ന അമ്മേ, ഇന്നു മുതൽ ഈ ഭവനത്തിൻ്റെ നാഥയും അഭയകേന്ദ്രവും ഭരണാധികാരിയും അങ്ങ് മാത്രമായിരിക്കട്ടെ. ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ മാതൃസ്നേഹത്തിൻ്റെ അനുഗ്രഹം ഒരു നദി പോലെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധ കർമ്മലനാഥയുടെ മുൻപിൽ അർപ്പിച്ച ഈ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനകൾ ഒരിക്കലും വ്യർത്ഥമാകില്ലെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും സങ്കടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ ഒരു അത്ഭുതത്തിനായി ഒരുങ്ങിക്കൊള്ളുക. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കഴിഞ്ഞ ആഴ്ച നാം ഈ പ്രാർത്ഥന പങ്കുവച്ചപ്പോൾ എനിക്ക് ഏറ്റവും വളരെ സന്തോഷം നൽകുന്ന ഒരു മെസ്സേജ് വന്നിരുന്നു. റോസമ്മ എന്ന ചേച്ചിയുടെ സാക്ഷ്യമാണത്. അവരുടെ മകൾ പഠനമൊക്കെ കഴിഞ്ഞ് 3 വർഷമായി ഒരു ജോലിക്കായി ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു. ഒരുപാട് ഇൻ്റർവ്യൂവിന് പോയിട്ടും നിരാശയായിരുന്നു ഫലം. അവസാനം അവർ ആകെ തകർന്ന് കണ്ണീരോടെ നമ്മുടെ കർമ്മലനാഥയോട് അത്ഭുത പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വെറും 9 ദിവസത്തെ പ്രാർത്ഥന പൂർത്തിയാക്കിയപ്പോൾ തന്നെ ആ മകൾക്ക് അവർ ആഗ്രഹിച്ചതിലും വലിയൊരു ജോലി അവർക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എത്ര അത്ഭുതകരമാണ്! അതുപോലെ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഇതേപോലെ വലിയ അത്ഭുതങ്ങൾ അമ്മ നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും എന്താണെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ: നിങ്ങളുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതിൽ കമൻറ്റ് ബോക്സായി മാത്രം കാണരുത്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളാണ്. എല്ലാം ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ്. പരിശുദ്ധ കർമ്മല മാതാവേ, എൻ്റെ ഈ ആവശ്യം, നിങ്ങളുടെ ആവശ്യം എഴുതുക. അവിടെ സാധിച്ചു തരണമേ എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുക. നമ്മളെല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുമല്ലോ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകിയ സാക്ഷ്യങ്ങളും താഴെ എഴുതുക. അത് മറ്റുള്ളവർക്ക് വലിയൊരു പ്രചോദനമാകട്ടെ. നമ്മുടെ ഈ ചെറിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ എല്ലാവർക്കും പ്രാർത്ഥനകൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഉതകുന്നതായിരിക്കും. ഈ ആത്മീയ യാത്രയിൽ കൃത്യമായി പങ്കുചേരാൻ എല്ലാവർക്കും സാധിക്കും. ഈ പ്രാർത്ഥനയിലൂടെ ആർക്കെങ്കിലും ആശ്വാസം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്മ പങ്കുവെക്കുന്നത് വലിയൊരു പുണ്യമാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം: പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ രാജ്ഞിയായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമായ മാതാവേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. വ്യാകുലരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവരെയും പരിശുദ്ധ കർമ്മല മാതാവ് അനുഗ്രഹിക്കട്ടെ.